നമസ്കാരം. ഇസ്ലാമാബാദിലെ അടച്ചിട്ട മുറിയിൽ 21 മണിക്കൂർ നീണ്ടുനിന്ന സമാധാന ചർച്ചകൾ പരാജയപ്പെട്ടത് ലോക ചരിത്രത്തിലെ തന്നെ കറുത്ത അധ്യായമായി മാറിയിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല സംഘം മുന്നോട്ടുവെച്ച സമാധാന നിർദ്ദേശങ്ങളെ പുച്ഛിച്ചു തള്ളിയ ഇറാന്റെ നടപടി ആ രാജ്യത്തിന്റെ പതനത്തിന്റെ തുടക്കം തന്നെയാണ്. ലോക സമാധാനത്തിനു വേണ്ടി അമേരിക്ക നൽകിയ അവസാന അവസരവും ഇറാൻ ഭരണകൂടം തള്ളിക്കളഞ്ഞത് വഴി അവർ തങ്ങളെ തന്നെ ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുത്തിയിരിക്കുകയാണ്. സ്വന്തം ജനതയുടെ പട്ടിണിയും ദുരിതവും കാണാതെ വെറും രാഷ്ട്രീയ വാശിക്ക് വേണ്ടി ഒരു യുദ്ധം ഇരന്നു വാങ്ങുന്ന ഇറാന്റെ ഈ രീതി പരിഹാസ്യമാണ്. ലോകം പുരോഗതിയുടെ പുതിയ തലങ്ങളിലേക്ക് കുതിക്കുമ്പോൾ മധ്യകാലഘട്ടത്തിലെ ചിന്താഗതിയുമായി ആഗോള സുരക്ഷയെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ ഈ അതിബുദ്ധി അവർക്ക് തന്നെ വിനയാകാൻ പോകുന്നു. ഇസ്ലാമാബാദിലെ മേശപ്പുറത്ത് വെച്ച ആ കരാറുകൾ സത്യത്തിൽ ഇറാന്റെ നിലനിൽപ്പിന് ലഭിച്ച അവസാന ജീവൻ രക്ഷാ ഉപാധിയായിരുന്നു. അത് തകർക്കുന്നതിലൂടെ ഒരു രാജ്യത്തെ മുഴുവൻ നാശത്തിലേക്ക് തള്ളിവിടുകയാണ് ഭരണകൂടം ചെയ്തത്. വരും ദിവസങ്ങളിൽ നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സൈനിക നീക്കങ്ങൾക്കായിരിക്കും. ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഇവയാണ്. അത്യാധുനിക സർജിക്കൽ സ്ട്രൈക്കുകൾ. ഇറാന്റെ ഓരോ ആണവ കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ചറുകളും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും സ്റ്റെൽത്ത് വിമാനങ്ങൾ ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ വെട്ടിച്ച് ഏത് നിമിഷവും പ്രഹരമേൽപ്പിച്ചേക്കാം. അതോടെ ഇറാന്റെ സൈനിക ശക്തി എന്നേക്കുമായി തകർക്കപ്പെടും. സാമ്പത്തിക തകർച്ച. ലോകരാജ്യങ്ങൾ ഒന്നടങ്കം ഇറാനുമേൽ ഏർപ്പെടുത്താൻ പോകുന്ന ഉപരോധം ആ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിലേക്ക് തള്ളും. അവരുടെ എണ്ണ വിൽക്കാൻ ആരും തയ്യാറാകാത്ത സാഹചര്യം വരുന്നതോടെ ഇറാൻ എന്ന രാജ്യം ആഭ്യന്തരമായി തകരും. ഭരണകൂടത്തിന്റെ പതനം. സ്വന്തം ഭരണകൂടത്തിന്റെ പിടിവാശി മൂലം പട്ടിണിയിലാകുന്ന ഇറാനിലെ ജനത തെരുവിലിറങ്ങുന്ന കാഴ്ച നാം ഉടൻ കാണും. ജനരോക്ഷത്തിനു മുന്നിൽ ഈ ഏകാധിപത്യ ഭരണകൂടത്തിന് അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്തുമെന്ന ഇറാന്റെ ഭീഷണി മാനവരാശിക്കെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമാണ്. ലോകത്തിലെ 20% എണ്ണ വിതരണവും ഈ ചെറിയ ജലപാതയിലൂടെയാണ് കടന്നുപോകുന്നത്. ഇത് തടഞ്ഞാൽ ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുകയും ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രണാതീതമാകുകയും ചെയ്യും. സാധാരണക്കാരന്റെ അടുക്കള പൂട്ടിക്കുന്ന ഈ എക്കണോമിക് ടെററിസം ഇറാന്റെ യഥാർത്ഥ മുഖം ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു. ഇറാൻ ഈ കടുംപിടുത്തം തുടരുന്നത് ലോകത്തെ ഭയപ്പെടുത്താനല്ല, തങ്ങളുടെ ആന്തരിക തകർച്ച മറച്ചു പിടിക്കാനാണ്. ഒരു രാജ്യം എന്ന നിലയിൽ ഇറാൻ ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ തകർച്ചയാണ്. ഇതിൽ നിന്ന് ജനങ്ങളെ തിരിക്കാൻ ഒരു ശത്രുവിനെ സൃഷ്ടിക്കുക എന്ന പഴയ തന്ത്രമാണ് അവർ പയറ്റുന്നത്. എന്നാൽ ആഗോള എണ്ണ വിതരണത്തെ തടസ്സപ്പെടുത്തി ലോകത്തെ മുട്ടുകുത്തിക്കാമെന്ന ഇറാന്റെ വ്യാമോഹം വെറും വിഡ്ഢിത്തമാണ്. അമേരിക്കൻ പടക്കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിൽ മൈനുകൾ നീക്കം ചെയ്യാൻ തുടങ്ങിയത് ഇറാന്റെ ഈ നീക്കത്തെ തടയാനാണ്. അത്യാധുനിക അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ വെല്ലുവിളിക്കാൻ ഇറാന്റെ പഴയകാല സാങ്കേതിക വിദ്യയ്ക്ക് കഴിയില്ലെന്ന് സൈനിക നിരീക്ഷകർ അടിവരയിടുന്നു. എണ്ണ വിതരണം തടസ്സപ്പെടുത്തി ലോകത്തെ മുട്ടുകുത്തിക്കാമെന്ന ഇറാന്റെ വ്യാമോഹം ആത്യന്തികമായി ആ രാജ്യത്തിന്റെ തന്നെ സാമ്പത്തിക അന്ത്യത്തിന് കാരണമാകും. മിസൈലുകളെക്കാൾ ഭീകരമായ സൈബർ ആക്രമണങ്ങളിലൂടെ ലോകത്തെ ഡിജിറ്റൽ സംവിധാനങ്ങളെ തകർക്കാനാണ് ഇറാന്റെ അടുത്ത നീക്കം. വൻകിട ബാങ്കുകളുടെ സെർവറുകൾ ഹാക്ക് ചെയ്യാനും പവർ ഗ്രിഡുകൾ തകർത്ത് നഗരങ്ങളെ ഇരുട്ടിലാഴ്ത്താനും ഇറാന്റെ സൈബർ വിങ്ങുകൾ പദ്ധതിയിടുന്നതായി ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇതിനേക്കാൾ 10 മടങ്ങ് കരുത്തുള്ള സൈബർ പ്രതിരോധമാണ് അമേരിക്കയും സഖ്യകക്ഷിയും ഒരുക്കിയിരിക്കുന്നത്. ഇറാന്റെ ഓരോ ഡിജിറ്റൽ നീക്കവും നിമിഷ നേരം കൊണ്ട് തകർക്കാനും അവരുടെ തന്നെ സംവിധാനങ്ങളെ നിശ്ചലമാക്കാനും വൻ ശക്തികൾക്ക് സാധിക്കും. ആയുധബലം കൊണ്ടോ സാങ്കേതിക വിദ്യ കൊണ്ടോ അമേരിക്കയെ നേരിടാൻ ഇറാന് കഴിയില്ലെന്നത് വ്യക്തമായിരിക്കെ ഇത്തരം പിൻവാതിൽ നീക്കങ്ങൾ അവർക്ക് ലോകത്തിന് മുൻപിൽ ഒരു വിനാശകാരി എന്ന പരിവേഷം മാത്രമേ നൽകൂ. ഡിജിറ്റൽ ലോകത്തെ തടവിലാക്കാൻ ശ്രമിക്കുന്ന ഇറാന്റെ ഈ രീതി ജനാധിപത്യ മൂല്യങ്ങളോടുള്ള വെല്ലുവിളിയാണ്. ലോകരാഷ്ട്രങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്ന ഇറാന്റെ നിലപാടുകൾ ഇനി അധികകാലം തുടരാനാവില്ല. ചരിത്രം പരിശോധിച്ചാൽ ലോക സമാധാനത്തിന് ഭീഷണി ഉയർത്തിയ ഏകാധിപതികൾക്ക് എന്ത് സംഭവിച്ചോ അത് തന്നെയാകും ഇറാന്റെ കാര്യത്തിലും സംഭവിക്കാൻ പോകുന്നത്. അമേരിക്കയും ഇസ്രയേലും പോലുള്ള വൻ ശക്തികൾ ഇതിനോടകം തന്നെ തിരിച്ചടിക്കാനുള്ള പ്ലാനുകൾ തയ്യാറാക്കി കഴിഞ്ഞു. അത്യാധുനിക യുദ്ധവിമാനങ്ങളും മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളും മേഖലകളിൽ വിന്യസിച്ചു കഴിഞ്ഞു. ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അത് ആ രാജ്യത്തിന്റെ സർവനാശത്തിലായിരിക്കും കലാശിക്കുക. വരും ദിവസങ്ങളിൽ നാം കാണാൻ പോകുന്നത് ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചിട്ടുള്ള അതിശക്തമായ ആക്രമണങ്ങളായിരിക്കും. അവരുടെ അഹങ്കാരമായ ആണവ കേന്ദ്രങ്ങളും മിസൈൽ ലോഞ്ചറുകളും മണിക്കൂറുകൾക്കുള്ളിൽ ചാമ്പലാക്കാൻ തക്ക ശേഷിയുള്ള ആയുധങ്ങൾ പശ്ചിമേഷ്യയിൽ വിന്യസിക്കപ്പെട്ടു കഴിഞ്ഞു. ഇന്ത്യയും ഈ വിഷയത്തെ ഗൗരവത്തോടെയാണ്
നോക്കിക്കാണുന്നത്. ഇസ്ലാമാബാദിലെ നയതന്ത്ര ചർച്ചകൾ പരാജയപ്പെടുമ്പോൾ ലോകം കാണുന്നത് ഒരു രാജ്യത്തിന്റെ പതനത്തിന്റെ തുടക്കമാണ്. ഇവിടെ നാം ഗൗരവമായി ചർച്ച ചെയ്യേണ്ടത് ഇറാന്റെ ഈ കടുംപിടുത്തം ആർക്ക് വേണ്ടിയാണ് എന്നതാണ്. ഒരു വശത്ത് ലോകരാജ്യങ്ങൾ ഒത്തൊരുമിച്ച് ആഗോള സാമ്പത്തിക വളർച്ചയ്ക്കും സമാധാനത്തിനുമായി കൈകോർക്കുമ്പോൾ, മറുവശത്ത് വിനാശകരമായ യുദ്ധതന്ത്രങ്ങളുമായി ഇറാൻ നിലയുറപ്പിക്കുന്നത് അവരുടെ ആഭ്യന്തര പരാജയങ്ങൾ മറച്ചുവെക്കാനാണ്. ഇറാൻ ഭരണകൂടം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി സ്വന്തം ജനതയുടെ തന്നെ അസംതൃപ്തിയാണ്. പട്ടിണിയും വിലക്കയറ്റവും കൊണ്ട് പൊറുതിമുട്ടിയ ജനതയെ വഴിതിരിച്ചുവിടാൻ ഒരു വിദേശ ശത്രുവിനെ സൃഷ്ടിക്കുക എന്ന കാലഹരണപ്പെട്ട തന്ത്രമാണ് അവർ ഇപ്പോൾ പയറ്റുന്നത്. എന്നാൽ ഈ തന്ത്രം ലോക സമാധാനത്തിന് വലിയൊരു ഭീഷണിയായി മാറുകയാണ്. സമുദ്രപാതകൾ എല്ലാവർക്കും തുല്യമായി ഉപയോഗിക്കാനുള്ളതാണെന്നിരിക്കെ ഒരു രാജ്യം സ്വന്തം താല്പര്യങ്ങൾക്കായി ലോകത്തെയാകെ ബന്ദിയാക്കാൻ ശ്രമിക്കുന്നത് ഭീരുത്വമാണ്. ഇറാൻ ഭരണകൂടം മനസ്സിലാക്കാത്ത ഒരു സത്യമുണ്ട്. അവർ തടയാൻ ശ്രമിക്കുന്നത് അമേരിക്കയുടെ കപ്പലുകളെയല്ല, ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള വികസ്വര രാജ്യങ്ങളിലെ സാധാരണക്കാരന്റെ അന്നമാണ്. 1 ലിറ്റർ പെട്രോളിന് വില കൂടുമ്പോൾ അത് ബാധിക്കുന്നത് അമേരിക്കയല്ല, ദിവസവേതനത്തിന് പണിയെടുക്കുന്ന സാധാരണക്കാരെയാണ്. ഇത്തരമൊരു ക്രൂരമായ നിലപാട് സ്വീകരിക്കുന്നതിലൂടെ ഇറാൻ ലോകത്തിന്റെ മുന്നിൽ സീറോ ആയി മാറിയിരിക്കുകയാണ്. അവരുടെ പക്കലുള്ള പഴയ മോഡൽ മിസൈലുകളും സാങ്കേതിക വിദ്യയും വെച്ച് അമേരിക്കയുടെ അത്യാധുനിക ആയുധ ശേഖരത്തെ നേരിടാമെന്നത് വെറും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം മാത്രമാണ്. ഇറാൻ പിന്തുടരുന്ന പ്രോക്സി വാർ രീതികൾ പശ്ചിമേഷ്യയെ മൊത്തത്തിലൊരു ചുടുകാടാക്കി മാറ്റാനേ ഉപകരിക്കൂ. ലബനനിലും യമനിലും സിറിയയിലും ഇറാൻ നടത്തുന്ന ഇടപെടലുകൾ ആ രാജ്യങ്ങളിലെ ജനതയെ ദുരിതത്തിലാഴ്ത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നേരിട്ട് അമേരിക്കയുമായി ഏറ്റുമുട്ടാൻ തയ്യാറെടുക്കുന്നത് ഇറാന്റെ സർവനാശത്തിന് വഴിതെളിക്കും. നമ്മൾ കാണുന്നതിനേക്കാൾ ഭീകരമായ ചതിക്കുഴികളാണ് ഇറാൻ ഒരുക്കി വെച്ചിരിക്കുന്നത്. അവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സൈബർ ആയുധങ്ങളും നിഗൂഢമായ ഭൂഗർഭ കേന്ദ്രങ്ങളും ലോകത്തെ ഞെട്ടിക്കാൻ ഉദ്ദേശിച്ചുള്ളതാണ്. എന്നാൽ വൻശക്തിയായ അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും കണ്ണു വെട്ടിച്ച് ഒന്നും ചെയ്യാൻ അവർക്ക് കഴിയില്ല. ഇറാന്റെ ഓരോ ചലനവും ഉപഗ്രഹങ്ങളിലൂടെ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രകോപനം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ തിരിച്ചടി സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കും. ആ പ്രഹരം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും സൈനിക ആസ്ഥാനങ്ങളെയും എന്നേക്കുമായി ഇല്ലാതാക്കാൻ കെൽപ്പുള്ളതായിരിക്കും. ഇറാൻ ഇന്ന് ഒരു ഭ്രാന്തന്റെ അവസ്ഥയിലാണ്. ലോകം എന്ത് കാണുന്നു എന്നതിനേക്കാൾ തങ്ങളുടെ അഹങ്കാരം സംരക്ഷിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. യുദ്ധം തുടങ്ങാൻ എളുപ്പമാണ്, എന്നാൽ അത് അവസാനിപ്പിക്കാൻ ഇറാന് കഴിയില്ല. വൻശക്തികൾ ഒന്നിച്ചു നിന്നാൽ ഇറാന്റെ സൈനിക ശേഷി മണിക്കൂറുകൾക്കുള്ളിൽ തകർക്കാൻ സാധിക്കും. പശ്ചിമേഷ്യയിൽ ഇനിയുണ്ടാകുന്ന ഓരോ ചോരത്തുള്ളിക്കും ഉത്തരവാദി ഇറാൻ ഭരണകൂടം മാത്രമായിരിക്കും. ലോകക്രമത്തെ അട്ടിമറിക്കാൻ നോക്കുന്ന ഇത്തരം രാജ്യങ്ങളെ ഒറ്റപ്പെടുത്തേണ്ടത് കാലത്തിന്റെ ആവശ്യം കൂടിയാണ്. ഇറാൻ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്വന്തം ആത്മഹത്യക്ക് തുല്യമായ നീക്കങ്ങളാണ്. നയതന്ത്രപരമായി അവർ പരാജയപ്പെട്ടു, സാമ്പത്തികമായി അവർ തകർന്നു, ഇനി സൈനികമായി കൂടി തകരുന്ന കാഴ്ചയാണ് ലോകം കാണാൻ പോകുന്നത്. അമേരിക്കയുടെ ക്ഷമ പരീക്ഷിക്കുന്നത് വഴി അവർ ക്ഷണിച്ചു വരുത്തുന്നത് വലിയൊരു ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് ഇറാനെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല. വരും ദിവസങ്ങളിൽ ഇറാന്റെ വിധി നിർണയിക്കുന്നവയായിരിക്കും. അവിടെ ഇറാൻ എന്ന രാജ്യം ഒരു ചാരക്കൂമ്പാരമായി മാറുമോ, അതോ അവർ തിരിച്ചറിവ് നേടി പിന്മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇറാൻ ഒരു സർവനാശത്തിലേക്ക് തന്നെയാണ് നടന്നെടുക്കുന്നത്. പ്രവാസികളുടെ സുരക്ഷയും എണ്ണ ഇറക്കുമതിയും ബാധിക്കുമെന്നതിനാൽ ഇറാന്റെ ഈ അഹന്ത അവസാനിപ്പിക്കണമെന്ന് ലോകം ഏകകണ്ഠമായി ആവശ്യപ്പെടുന്നു. സമാധാനത്തിന്റെ പാത ഉപേക്ഷിച്ച ഇറാൻ ഭരണകൂടത്തിന് ഇനി ലഭിക്കാൻ പോകുന്നത് ചരിത്രം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സൈനിക തിരിച്ചടിയായിരിക്കും. പശ്ചിമേഷ്യയിൽ ഇനി ഉണ്ടാകുന്ന ഓരോ പൊട്ടിത്തെറിയും ഇറാന്റെ തകർച്ചയുടെ ആക്കം കൂട്ടും. ഇത് ലോകത്തിന് ഭീഷണിയാകുന്ന ഒരു വൈറസിനെ നീക്കം ചെയ്യുന്നത് പോലെയുള്ള ശസ്ത്രക്രിയയായിരിക്കും. ഇറാൻ എന്ന രാജ്യം ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. എന്നാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ കെൽപ്പുള്ള ഏക ശക്തി ഇന്ന് ഭാരതവും അമേരിക്കയും ഉൾപ്പെടുന്ന ജനാധിപത്യ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്. ഇറാൻ സ്വയം കുഴിക്കുന്ന ഈ ഗർത്തത്തിലേക്ക് ലോകത്തെയാകെ വലിച്ചിഴയ്ക്കാൻ അവർ നടത്തുന്ന ശ്രമങ്ങൾ എത്രത്തോളം അപകടകരമാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട്. ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളും ഇന്ന് ഇറാനെ ഒരു വിനാശകാരിയായാണ് നോക്കിക്കാണുന്നത്. സമാധാനപരമായ ചർച്ചകൾക്ക് ലഭിച്ച ഓരോ അവസരവും ഇറാൻ ഭരണകൂടം തള്ളിക്കളഞ്ഞത് അവരുടെ ആഭ്യന്തര ഭയത്തിന്റെ പ്രതിഫലനമാണ്. യൂറോപ്യൻ രാജ്യങ്ങൾ മുതൽ അറബ് രാഷ്ട്രങ്ങൾ വരെ ഇറാന്റെ ഈ അതിസാഹസികത്തെ ഭീതിയോടെയാണ് വീക്ഷിക്കുന്നത്. പ്രത്യേകിച്ചും ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾ ഇറാന്റെ ഈ യുദ്ധക്കുതി മൂലം തങ്ങളുടെ സാമ്പത്തിക സുരക്ഷ അപകടത്തിലാകുമോ എന്ന് ഭയപ്പെടുന്നു. ലോക സമാധാനത്തിന് ഭീഷണിയാകുന്ന ഒരു രാജ്യത്തെയും അംഗീകരിക്കാൻ കഴിയില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഐക്യരാഷ്ട്ര സഭ ഉൾപ്പെടെ നൽകുന്നത്. ഇറാൻ ഇന്ന് നയതന്ത്രപരമായ ഒരു സീറോ ആയി മാറിയിരിക്കുന്ന അവസ്ഥ തന്നെയാണ്. അവരുടെ വാദങ്ങൾ കേൾക്കാൻ
ലോകത്തിന് താല്പര്യമില്ല. അവരുടെ പ്രകോപനങ്ങൾ എങ്ങനെ അവസാനിപ്പിക്കാം എന്നതിലാണ് എല്ലാവരുടെയും ശ്രദ്ധ. ഈ ആഗോള പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ നിലപാട് അതീവ നിർണായകമാണ്. പശ്ചിമേഷ്യയിലെ സംഘർഷം ഇന്ത്യയുടെ ഇന്ധന സുരക്ഷയെയും ദശലക്ഷക്കണക്കിന് പ്രവാസികളുടെ ജീവിതത്തെയും നേരിട്ട് ബാധിക്കുന്ന ഒന്ന് തന്നെയാണ്. എന്നാൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ സ്വീകരിക്കുന്ന ഉറച്ച നിലപാട് ലോകരാജ്യങ്ങളുടെ പ്രശംസ പിടിച്ചുപറ്റുന്നു. അമേരിക്കയോടും ഇറാനോടും ഒരുപോലെ സംസാരിക്കാൻ കഴിയുന്ന ഏകരാജ്യം ഇന്ത്യയാണ്. എന്നിരുന്നാലും ഭീകരതയ്ക്കും അസ്ഥിരതയ്ക്കും കൂട്ടുനിൽക്കുന്ന ഒരു ശക്തിയെയും ഇന്ത്യ പിന്തുണയ്ക്കില്ല. പശ്ചിമേഷ്യയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് ഇന്ത്യൻ നാവികസേന അറബിക്കടലിൽ ജാഗ്രത ശക്തമാക്കിയിട്ടുണ്ട്. നമ്മുടെ കപ്പലുകൾക്കും പൗരന്മാർക്കും സുരക്ഷ ഒരുക്കാൻ ഭാരതം സജ്ജമാണ്. ഇറാന്റെ ഏതൊരു നീക്കവും ഇന്ത്യയുടെ താൽപ്പര്യങ്ങളെ ബാധിക്കാതെ നോക്കാൻ നമ്മുടെ നയതന്ത്രജ്ഞർക്ക് സാധിക്കും. വരാനിരിക്കുന്നത് യുദ്ധമാണോ സമാധാനമാണോ എന്നത് ഇറാന്റെ മാത്രം തീരുമാനമാണ്. പക്ഷേ അവർ തിരഞ്ഞെടുക്കുന്നത് യുദ്ധമാണ് എങ്കിൽ അതിന്റെ ആദ്യത്തെയും അവസാനത്തെയും ഇര ഇറാൻ തന്നെയായിരിക്കും. ഭീകരതയെയും യുദ്ധത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ശക്തികൾക്ക് ഈ പുതിയ ലോകക്രമത്തിൽ സ്ഥാനമില്ല. ഇന്ത്യയുടെയും അമേരിക്കയുടെയും കരുത്തുറ്റ സഖ്യം ലോക സമാധാനത്തിന് കാവലായി നിൽക്കുമ്പോൾ ഇറാന്റെ ഈ കൊച്ചു കൊച്ചു കളികൾ വെറും പരിഹാസ്യമായി മാത്രമേ ചരിത്രം രേഖപ്പെടുത്തൂ. വിനാശകാലെ വിപരീത ബുദ്ധി എന്ന പോലെ സ്വന്തം നാശത്തിന് വിത്തുപാകിയ ഇറാൻ ഭരണകൂടത്തിന് ഇനി ലഭിക്കാൻ പോകുന്നത് ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ പ്രഹരമായിരിക്കും. നമ്മൾ കാത്തിരിക്കുക. നീതിയുടെയും സത്യത്തിന്റെയും വിജയം വിദൂരമല്ല. ഇറാൻ ഭരണകൂടം ലോകത്തെ ആകെ ഒരു യുദ്ധത്തിലേക്ക് തള്ളിവിടുമ്പോൾ ഭാരതം ഉയർത്തിപ്പിടിക്കുന്നത് സമാധാനത്തിന്റെ സന്ദേശമാണ്. പക്ഷേ പ്രകോപനങ്ങൾ അതിരുവിട്ടാൽ പ്രഹരം അതിശക്തമായിരിക്കും. പശ്ചിമേഷ്യയിലെ ഓരോ ചലനവും തത്സമയം അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.